greet you all in matchless and loving name of Jesus Christ our Lord. നിസ്തലവും സ്നേഹം നിറഞ്ഞതുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 23 years ago in 1989, a young man was browsing in a flea market in the state of Pennsylvania in America. ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പ് 1989 ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിലെ പെൻസിൽവേനിയയിലുള്ള ഒരു പഴയ സാധനങ്ങൾ വിൽക്കുന്നതായ ഒരു മാർക്കറ്റിൽ ഈ ഓരോ സാധനങ്ങൾ താനിങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. He saw a painting that was for sale and he was attracted to the frame of that painting, so he decided to buy that painting. താനങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് ഒരു ചിത്രം തന്റെ കണ്ണിൽ പെടുവാനിടയായി തീർന്നു. വളരെ മനോഹരമായ ഒരു ഫ്രെയിം, പുറം കൂടുള്ള ചട്ടയുള്ള ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത്. The painting was rather ugly and gloomy and dreary, but what attracted him was the frame of that painting. ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ അത് ഒട്ടും ആകർഷണീയമുള്ളതായിരുന്നില്ല. വളരെ പഴകിയ അനാകർഷകമായ ഒരു ചിത്രമായിരുന്നു. പക്ഷേ വളരെ ശോഭയോടുകൂടി ആകർഷിക്കത്തക്ക ഒരു ഫ്രെയിം ആ പടത്തിനുണ്ടായിരുന്നത്. He thought he could replace the painting but use the frame. അദ്ദേഹം ഒത്തു ഈ ചിത്രം മാറ്റി അദ്ദേഹത്തിന് ആ ഫ്രെയിം ഉപയോഗിക്കാൻ കഴിയും, പുതിയൊരു ചിത്രം വെച്ച് ആ ഫ്രെയിം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു. The frame was very attractive and beautiful. കാരണം ആ പുറം ചട്ട എന്ന് പറയുന്നത് വളരെ ആകർഷണീയവും മനോഹരവുമായിരുന്നു. When he asked what the price was only $4. താൻ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുവാൻ വില ചോദിച്ചപ്പോൾ അതേ വെറും $4 മാത്രമേ അതിന് വിലയുണ്ടായിരുന്നു. Just 200 rupees. വെറും 200 രൂപ. When he got home, he decided to take the painting from the frame. താൻ വീട്ടിൽ അതുമായി ചെന്നതിന് ശേഷം ആ ഫ്രെയിമിനുള്ളിൽ നിന്നും ആ പഴയ ചിത്രം എടുത്ത് മാറ്റുവാൻ ശ്രമിച്ചു. As he tried to take the frame apart, the frame fell apart. വാസ്തവത്തിൽ ആ ഫ്രെയിമിനുള്ളിൽ നിന്നും ആ പടമെടുത്ത് മാറ്റുവാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ ആ ഫ്രെയിമിന്റെ സ്ക്രൂ എല്ലാം അഴിഞ്ഞ് താഴെ വീഴുവാനിടയായി. He was very upset initially. താനാകെ ആദ്യം വളരെ നിരാശനായി പോയി. But as he took the painting out, he saw there was a folded paper between the painting and the frame. പക്ഷേ അദ്ദേഹം ആ ചിത്രം അതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ആ ചിത്രത്തോട് ചേർന്ന് ആ ഫ്രെയിമിനുള്ളിലായിട്ട് ഒരു പേപ്പർ മടക്കി വെച്ചിരിക്കുന്നതായി കണ്ടു. When he unfolded that paper, it was the printed copy of the Declaration of Independence. അദ്ദേഹം ആ പേപ്പർ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പ്രിന്റ് ചെയ്തിരിക്കുന്ന പേപ്പറായിരുന്നു അത്. It was such a good condition, he thought, the recent owner or the previous owner had placed it there and forgot about it. അത് വളരെ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഒരു പ്രിന്റ് പോലെ അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് ഈ ചിത്രം ഇതിന് തൊട്ട് മുൻപ് കൈവശം വെച്ചിരുന്ന വ്യക്തി അതിൽ വെച്ചതായിരിക്കുമെന്ന് ആദ്യം അദ്ദേഹം ചിന്തിച്ചു. But he was wrong. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റി പോയി. The copy was actually printed by a man called John Dunlap. ജോൺ ഡൺലാപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് പ്രിന്റ് ചെയ്തതായിരുന്നു ഈ പേപ്പർ. And that was printed at the request of Alexander Hamilton, the first constitutional lawyer for the United States of America. അമേരിക്കയുടെ ഒന്നാമത്തെ ഭരണഘടനാ നിയമജ്ഞനായിരുന്ന അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ന വ്യക്തിയുടെ ആവശ്യപ്രകാരമായിരുന്നു ആ പേപ്പർ പ്രിന്റ് ചെയ്തിരുന്നത്. Alexander Hamilton was the one who drafted the first constitution along with the Continental Congress that met on the 4th of July 1776. അമേരിക്കയിലെ കോണ്ടിനെന്റൽ കോൺഗ്രസിനോട് ചേർന്ന് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ രേഖ ആദ്യമായി രൂപപ്പെടുത്തിയ വ്യക്തിയായിരുന്നു അലക്സാണ്ടർ ഹാമിൽട്ടൺ. There were only 200 copies printed in 1776. 1776 അമേരിക്കയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ ആധികാരിക രേഖ 200 കോപ്പി മാത്രമേ പ്രിന്റ് ചെയ്യപ്പെട്ടിരുന്നുള്ളൂ. Those 200 copies were printed to be distributed in the 13 colonies of America. ആ 200 കോപ്പികൾ അന്ന് പ്രിന്റ് ചെയ്ത് അമേരിക്കയുടെ 13 കോളനികളിലും അന്ന് അത് വിതരണം ചെയ്തിരുന്നു. By 1989 there were only 24 copies left in the world. അന്ന് ആദ്യമായി പ്രിന്റ് ചെയ്ത ആ കോപ്പികളുടെ 24 കോപ്പികൾ മാത്രമേ 1989 ആയപ്പോൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. Until this young man discovered this, there were only 2 copies that were very clear in pristine quality. ഈ ചെറുപ്പക്കാരൻ ഈ ചിത്രത്തിനുള്ളിൽ നിന്ന് ഈ കോപ്പി കണ്ടെത്തുന്നത് വരെ വെറും
2 കോപ്പികൾ മാത്രമേ അറിയപ്പെട്ട നിലയിൽ നിലവിലുണ്ടായിരുന്നുള്ളൂ. The reason that it was hid behind a painting was, if one was discovered with that Declaration of Independence, that was enough offense for him to be hung as a traitor. ആ ചിത്രത്തിന്റെ ഫ്രെയിമിനുള്ളിൽ അത് ഒളിച്ചു വെച്ചിരുന്നതിന് കാരണം അക്കാലത്ത് അത് ആരുടെയെങ്കിലും കൈവശം ഇരുന്നതായി കണ്ടുപിടിക്കപ്പെട്ടാൽ, അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ ആ പ്രഖ്യാപന രേഖ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇരിക്കുന്നതായി കണ്ടുപിടിക്കപ്പെട്ടാൽ അത് രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കി ശിക്ഷിക്കപ്പെടുമായിരുന്നു. He brought it only for $4 for 200 rupees. ഈ വിലപ്പെട്ട രേഖ വെറും $4 200 ഈ ചെറുപ്പക്കാരൻ മാർക്കറ്റിൽ വാങ്ങിയത്. Within a few months, this young man sold this copy for $2.4 million or 120 lakhs of dollars of money. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ രേഖ ഈ ചെറുപ്പക്കാരൻ ഏകദേശം $1.25 കോടി വിലക്ക് അത് വിൽക്കുവാനിടയായി തീർന്നു. A few years ago, it was auctioned for $8 million or 5 crores of dollars. ചില നാളുകൾക്ക് മുമ്പ് അത് വീണ്ടും ലേലത്തിൽ പോകുവാനിടയായി തീർന്നു. ആ വിലപ്പെട്ട രേഖ ഏകദേശം $5 കോടി അത് ലേലത്തിൽ പോയത്. The previous owner of the painting made the biggest financial mistake of his life. ഈ ചിത്രം അത് കൈവശം വെച്ചിരുന്ന ഇതിന് മുമ്പത്തെ ഉടമസ്ഥൻ സാമ്പത്തികമായ വിധത്തിൽ ചിന്തിച്ചാൽ ഒരു വലിയ ഭോഷത്വമാണ് കാണിച്ചത്. He thought that the worth of the painting was what could be seen with one's eyes. പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കാണുന്ന ആ ഒരു ചിത്രത്തിന്റെ മൂല്യം മാത്രമാണ് ആ വ്യക്തി കണക്കാക്കിയത്. But he did not realize that the true value of the painting was determined by what was inside, what could not be seen by human eye. പുറമേ മനുഷ്യ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത നിലയിൽ ആ ചിത്രത്തിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന ഒരു കാര്യത്തിലാണ് അതിന്റെ യഥാർത്ഥ മൂല്യമെന്നുള്ള സത്യം ആ മനുഷ്യൻ മനസ്സിലാക്കാതെ പോയി. The question I have for you tonight, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ള ചോദ്യം, how do you value yourself? നിങ്ങളെ തന്നെ നിങ്ങൾ എപ്രകാരം വിലമതിക്കുന്നു? Do you value by what you see with your naked eye? നിങ്ങളുടെ പുറമേയുള്ള കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ച പ്രകാരമാണോ നിങ്ങളെ വിലയിരുത്തുന്നത്? Or do you know what God sees and do you understand what God values? വാസ്തവത്തിൽ ദൈവം നിങ്ങളെ കാണുന്നത് എപ്രകാരമാണെന്നോ നിങ്ങൾക്ക് ദൈവം തരുന്ന വില എന്താണെന്നോ മനസ്സിലാക്കിയിട്ടുണ്ടോ? Do you value yourself by the money you make? നിങ്ങൾ ഉണ്ടാക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾക്ക് വിലയിടുന്നത്? Do you value yourself by the bank account you have? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ആ പേരിലാണോ നിങ്ങൾക്ക് വിലയിടുന്നത്? Do you value yourself by the real estate that you possess? അതെ, നിങ്ങൾക്കുള്ള സാമ്പത്തികമായ നിലങ്ങളുടെ എന്തെങ്കിലും പേരിലാണോ നിങ്ങൾക്ക് തന്നെ വിലയിടുന്നത്? Do you value yourself by the job title or the occupation that you have? ഉയർന്ന ഒരു ഉദ്യോഗം ജോലിയുണ്ട് ആ പദവി അനുസരിച്ചാണോ നിങ്ങൾക്ക് വിലയിടുന്നത്? The truth is that we all resemble that old painting and we value the frame more than what is inside of that painting. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ അനുസരിച്ച് നാം വിലയിടുമ്പോൾ ഓർക്കണം, മുമ്പേ പറഞ്ഞതായിട്ടുള്ള ആ കഥയിൽ ആ സംഭവത്തിലെ ചിത്രത്തിന് പുറമേ മനുഷ്യർ കൊടുത്ത വിലയാണ് നമുക്ക് കൊടുക്കുന്നത്. Yes, the painting looks ugly, the painting looks dreary, the painting looks gloomy, but you need to understand there is something so valuable hidden inside that painting. തീർച്ചയായിട്ടും അവിടെ കണ്ടതായുള്ള ആ ചിത്രം വളരെ മനോഹരമല്ല, വളരെ മങ്ങിയതാണ്, കണ്ടാൽ ആകർഷണീയമല്ല. എന്നാൽ ഒരു സത്യമുണ്ട്, ആ മങ്ങിയ പഴകിയ ചിത്രത്തിനകത്ത് വിലയേറിയ ഒച്ചിരിപ്പുണ്ടായിരുന്നു. That painting is blurred because of our disappointment. That painting is ugly because of our selfishness. That painting is dreary because of our own selfishness. ആ ചിത്രം മങ്ങുവാൻ കാരണം, അത് പഴകുവാൻ കാരണം, ആകർഷണീയമല്ലാതാകുവാൻ കാരണം നമ്മുടെ തന്നെ സ്വാർത്ഥത കൊണ്ടും നമ്മളുള്ളതായി നിരാശ കൊണ്ടും അത് മറ്റുമാണ് അപ്രകാരം അത് മങ്ങി ആകർഷണീയമല്ലാതെ പോയത്. The external frame represents the values that give for the external thing. എന്നാൽ ആ പഴകിയ ചിത്രത്തിന്റെ ചുറ്റുമുള്ള മനോഹരമായ ചട്ടക്കൂടത ഫ്രെയിം അവയെ പ്രതിനിധീകരിക്കുന്നത് നമുക്ക് ലോകപ്രകാരം മൂല്യമുള്ളതായി കണക്കാക്കുന്ന നമ്മുടെ നേട്ടങ്ങളാണ്. But our soul is hidden behind that painting. എന്നാൽ അതിന്റെ ഉള്ളിലാണ് വിലയേറിയ നമ്മുടെ ആത്മാവ് ഒളിച്ചിരിക്കുന്നത്. And our soul is trapped behind the trappings of success and selfishness. പുറമേ ഉള്ളതായ നമ്മുടെ വിജയത്തിന്റെയോ പരാജയങ്ങളുടെയോ ഒക്കെ ഒരു പുറം ചട്ടയ്ക്കുള്ളിൽ ആ വിലയേറിയ ആത്മാവ് ആവരണം
ചെയ്യപ്പെട്ടിരിക്കുകയാണ്. God has a vision for you. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ദർശനമുണ്ട്. God has a vision for me. എന്നെ കുറിച്ച് ദൈവത്തിനൊരു ദർശനമുണ്ട്. And it is not limited by outward appearance. അത് പുറമേ കാണുന്നതിനാൽ പരിമിതപ്പെടുന്നതല്ല. It is not limited by the trappings of my own success. എന്റെ പുറമേ ഉള്ളതായ വിജയങ്ങളാലോ പരിമിതപ്പെടുത്താവുന്നതല്ല. It is not limited by my own selfishness. എന്റെ വെറും അതേ സ്വസ്ഥതയാൽ പരിമിതപ്പെടുത്താവുന്നതല്ല. God wants to liberate my soul. എന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കുവാനാണ് ദൈവം God ആഗ്രഹിക്കുന്നത്. wants to give you a declaration of independence. അത് നിങ്ങൾ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം തരുവാനാണ് എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. God wants to free you from the bondage of sin. പാപത്തിന്റെ അടിമച്ചങ്ങലയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാനാണ് എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. The Declaration of Independence that was written 230 years ago created a new nation called the United States of America. 230 വർഷങ്ങൾക്ക് മുമ്പ് അതേ രൂപപ്പെട്ടതായ അമേരിക്കൻ പ്രഖ്യാപനം, സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒരു പുതിയ രാഷ്ട്രത്തിന് ഉദയം കുറിച്ചു. When God changes your destiny, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു. not only will He change your direction, നിങ്ങളുടെ ജീവിത ദിശയ്ക്ക് മാത്രം വരുത്തുമാറുമല്ല, but your life will become a blessing to countless other people. അതെ, നിന്റെ ജീവിതം എണ്ണമറ്റ ആളുകൾക്ക് അനുഗ്രഹപ്രദമാക്കി ദൈവം മാറ്റുകയും ചെയ്യും. That is God's vision for us. അതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ദർശനം. So often we limit and understanding of God is so limited. പലപ്പോഴും നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള ധാരണ വളരെ പരിമിതപ്പെട്ടതെന്നാണ്. I want to point out from the word of the Lord from the book of Joshua for you. പ്രത്യേകിച്ച് ദൈവവചനത്തിൽ യോശുവയുടെ പുസ്തകത്തിൽ നിന്നും ആ കാര്യം നിങ്ങളെ ഒന്നുകൂടെ വ്യക്തമാക്കി തരുവാൻ ഞാൻ The ആഗ്രഹിക്കുന്നു. book of Joshua is a great illustration of how we can go forward to fullness. അതേ, നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറുവാൻ കഴിയുന്നതിന്റെ വളരെ വ്യക്തമായ ഒരു ദർശനമാണ് നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത്. Joshua was the spiritual heir of Moses. മോശയുടെ ഒരു ആത്മീക അവകാശി അടുത്ത സന്തതിയായിട്ട് നമുക്ക് യോശുവയെ കാണാൻ കഴിയും. Moses had his own biological children, നമുക്കറിയാം മോശയ്ക്ക് തന്റേതായ ശരീരപ്രകാരം മക്കളുണ്ടായിരുന്നു. but it was Joshua who inherited his spiritual ability to lead the people of Israel. എന്നാൽ മോശയുടെ ആത്മീകമായ ശക്തി അത് തുടർന്ന് ലഭിക്കുവാനിടയായി തീർന്നത് ഇസ്രായേൽ ജനത്തെ നയിക്കുവാനിടയായത് യോശുവയാണ്. Joshua was faithful to his master Moses. തന്റെ മോശയോടുള്ള ബന്ധത്തിൽ യോശുവ വളരെ വിശ്വസ്തനായിരുന്നു. For 40 years he served Moses. മോശയെ 40 വർഷം താൻ സേവിച്ചു. He never left Moses. ഒരിക്കലും മോശയെ വിട്ടുപിരിഞ്ഞിട്ടില്ല. He guarded the tent when Moses prayed. മോശ പ്രാർത്ഥിച്ചിരുന്ന കൂടാരത്തിൽ അവൻ അകമ്പടി സേവിച്ചു. When Moses spoke, Joshua listened. അതേ, മോശ സംസാരിച്ചപ്പോൾ യോശുവ ശ്രദ്ധിച്ചു. When Moses instructed, he obeyed. മോശ അതേ നിർദ്ദേശിച്ചപ്പോൾ യോശുവ അനുസരിച്ചു. And he was a servant and a minister to Moses. അതേ, മോശയ്ക്കൊരു ദാസനായിട്ട് യോശുവ സേവനം ചെയ്തു. We find Moses enlisted Joshua to fight for Israelites against the Amalekites. പ്രത്യേകിച്ച് അമാലേക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പടയെ നയിക്കുവാൻ മോശ യോശുവയെ തെരഞ്ഞെടുത്തു. It was Moses who enlisted Joshua to guide the people and to make holy conquest on behalf of the children of Israelites. ജനത്തെ നയിച്ച് അതേ വാഗ്ദത്ത നാട് കീഴടക്കുവാൻ വേണ്ടിയുള്ള നിയോഗം മോശ യോശുവയ്ക്ക് നൽകി. And we find how God used Joshua in a mighty way. അതേ, നമുക്ക് ദൈവം എത്ര അത്ഭുതകരമായി യോശുവയെ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. There is not a single scandal concerning Joshua's life. യോശുവയ്ക്കെതിരെ ഒരൊറ്റ അപവാദം പോലും ആരും പറയുവാനിടയായിട്ടില്ല. He was faithful to Moses. മോശയോട് താൻ വിശ്വസ്തനായിരുന്നു. He was faithful to the children of Israelites. അതെ, ജനത്തോട് താൻ He വിശ്വസ്തനായിരുന്നു. was faithful to God. ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. He knew who God was. ദൈവം ആരെന്ന് യോശുവ അറിഞ്ഞിരുന്നു. Therefore he knew who he was. അതുകൊണ്ട് തന്നെ താൻ ആരെന്നും യോശുവ അറിഞ്ഞിരുന്നു. If we don't know our God, നാം നമ്മുടെ ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ we will never know who we are. നാം ആരെന്നും നാം അറിയുകയില്ല. The book of Joshua talks about new beginnings in our lives. അനേക പുതിയ ആരംഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ യോശുവയുടെ പുസ്തകം കാണിക്കുന്നു. The book of Joshua tells us how God wants us to conquer new areas for the Lord. അതേ, കർത്താവിന് വേണ്ടി പുതിയ പ്രദേശങ്ങൾ പിടിച്ചടക്കേണ്ടതിന്റെ മാതൃക യോശുവ കാണിക്കുന്നു. The book of Joshua teaches us that God does not want us to be passive but become militant and aggressive in our spiritual life. ഒരിക്കലും മനസ്സിലായിരിക്കുവാനല്ല, ഊർജ്ജസ്വലരായി മുന്നേറി വെട്ടിപ്പിടിക്കുന്നവരായിരിക്കുവാനാണ് ദൈവം തന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God called us not to live as defeated beggars but to be militant soldiers to go forward to conquer new areas for the Lord. ഒരിക്കലും
പരാജിതരായി പുറകോട്ട് പോകുന്നവരായിരിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശക്തമായി മുന്നേറി പുതിയ മേഖലകൾ കീഴടക്കുന്നവരായിരിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. In the book of Joshua we find 87 times God says, go possess the new land. യോശുവയുടെ പുസ്തകത്തിൽ 87 പ്രാവശ്യം നാം കാണുന്നുണ്ട് നിങ്ങൾ ചെന്ന് ദേശം അവകാശമാക്കുക എന്നുള്ളത്. In the book of Deuteronomy we find Moses saying, go conquer and possess the land 200 times. ആവർത്തന പുസ്തകത്തിലാകട്ടെ നിങ്ങൾ ചെന്ന് ആ പുതിയ ദേശം അവകാശമാക്കുക എന്ന് 200 പ്രാവശ്യം കാണുന്നു. In the book of Joshua it says, go possess what the Lord has promised. കർത്താവ് വാഗ്ദത്തം ചെയ്തതിനെ ചെന്ന് അവകാശമാക്കുവാനാണ് യോശുവയുടെ പുസ്തകം പറയുന്നത്. God promised the land. ആ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് പുതിയ ദേശം. From the desert to Lebanon, അതേ ഭൂമി മുതൽ ലെബാനോൻ വരെ, from the great river Euphrates യൂഫ്രട്ടീസ് മുതൽ to the Mediterranean Sea. അതേ മധ്യധരണി കടൽ വരെ. No, the land has never been possessed by the Jewish people in all these years. അതേ യഹൂദന്മാരല്ലാത്തവരാൽ അത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു ദീർഘനാളുകൾ. And Joshua defeated 31 kings and possessed certain land. അതേ അത് കൈവശമാക്കേണ്ടതിനു വേണ്ടി 31 രാജാക്കന്മാരെ താൻ തോൽപ്പിച്ചു. David was the greatest king of Israel. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രാജാവായിരുന്നല്ലോ ദാവീദ്. But even David did not accumulate all the land that God had promised. ദൈവം അതേ അവകാശം ചെയ്ത വാഗ്ദത്തം ചെയ്ത മുഴുവൻ പ്രദേശങ്ങളും തനിക്കും പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. Only when Jesus Christ comes back will this entire land be the land of the Jewish people. അന്ന് ദൈവം തന്നെ ജനത്തോട് വാഗ്ദത്തം ചെയ്തതും യൂദന്മാർക്കായി ദൈവം അവകാശം വെച്ചിരിക്കുന്നതുമായ ദേശം മുഴുവനും യേശു മടങ്ങി വരുമ്പോൾ മാത്രമേ പൂർണ്ണമായി അത് ലഭിക്കുകയുള്ളൂ. You and I cannot possess all that God has without the help of Jesus Christ. യേശുവിനെ കൂടാതെ എനിക്കും നിങ്ങൾക്കും നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതിനെ സ്വന്തമാക്കുവാൻ കഴിയില്ല. The boundaries that was given to Abraham consist of the present day modern Iraq and also the modern day Syria. അതേ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള അതേ പ്രദേശങ്ങൾ അതേ ഇന്നത്തെ ഇറാഖ്, സിറിയ തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതാണ്. All that belongs to the Jewish people. ഇതെല്ലാം യഹൂദന്മാരല്ലാത്തവർക്കാണ് ഇന്നായിരിക്കുന്നത്. One day all that will belong to the country of Israel. എന്നാൽ ഒരു ദിവസം വരുന്നു ഈ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്രായേലിന് സ്വന്തമാകുവാൻ പോകുന്നു. God promised the land. ദൈവം ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. But Joshua had to go possess the land. പക്ഷേ നാം പോയി അത് അവകാശമാക്കണം. യോശുവ പോയി അവകാശമാക്കണം. God has given us many promises. ദൈവം നമുക്ക് ധാരാളം വാഗ്ദത്തങ്ങൾ He has given തന്നിട്ടുണ്ട്. us all spiritual blessings. അനേകം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. But we have to go possess the land. നാം പോയി അത് ദേശം അവകാശമാക്കണം. Prophet Ezekiel says പ്രവാചകൻ പറയുന്നു that Israel will be the center of all nations. അതേ നമ്മുടെ രാഷ്ട്രങ്ങളുടെ കേന്ദ്രമാകുവാൻ പോകുന്നത് ഇസ്രായേലാണെന്ന്. Jerusalem is going to be the capital of the world. ലോകത്തിന്റെ തലസ്ഥാനമായി തീരുവാൻ പോകുന്നത് യെരൂശലേമാണ്. One day we will see that. നാം ഒരു ദിവസം കാണുവാൻ പോവുകയാണ്. 75% of all international news reporters in the world are stationed in Jerusalem right now. ലോകത്തിലുള്ള ഇന്റർനാഷണൽ അന്തർദേശീയ ന്യൂസ് റിപ്പോർട്ടർമാരിൽ 75% ആളുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഇന്ന് യെരൂശലേമിലാണ്. They are not stationed in Beijing. അവർ ബീജിംഗിൽ അല്ല അവർ കേന്ദ്രമാക്കിയിരിക്കുന്നത്. They are not based in Washington DC. വാഷിംഗ്ടൺ DC-ൽ ഈ റിപ്പോർട്ടർമാർ They are കേന്ദ്രീകരിച്ചിരിക്കുന്നത്. not based in New Delhi. ന്യൂഡൽഹിയിൽ അല്ല ഈ റിപ്പോർട്ടർമാർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. Today 75% of all international news reporters in the world are stationed in Jerusalem. ലോകത്താകമാനമുള്ള അന്തർദേശീയ ന്യൂസ് റിപ്പോർട്ടർമാരിൽ 75% ഇന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യെരൂശലേമിലാണ്. The news reporters know something that we don't know. നാം അറിയാത്ത ചില കാര്യങ്ങൾ അതേ ലോകത്തിലെ ന്യൂസ് റിപ്പോർട്ടർമാർ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. The news reporters are anticipating something big to happen in Jerusalem and in the Middle East. യെരൂശലേമിലെ മധ്യ പൂർവ്വ പ്രദേശങ്ങളില് അതേ ഒരു കാര്യം ഉടൻ സംഭവിക്കും എന്നുള്ളത് കാതോർത്ത് ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ് ന്യൂസ് റിപ്പോർട്ടർമാർ. The time is coming when this whole land that was promised to Abraham will become a reality. ദൈവം അബ്രഹാമിനെ വാഗ്ദത്തം ചെയ്ത മുഴുവൻ പ്രദേശവും ഇസ്രായേൽ സ്വന്തമായി തീരുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ ദിനം അടുത്തു വരികയാണ്. We find God promised this land. ദൈവമാണ് ഈ ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. Moses led the people out of Egypt. മിസ്രൈമിൽ നിന്നും മോശ ജനത്തെ വെളിയിലേക്ക് But നയിച്ചു. it was Joshua took the people in the land of Canaan. എന്നാൽ കനാൻ ദേശത്തേക്ക് ജനത്തെ നയിച്ചത് യോശുവയാണ്. We find how he conquered king after king after king, 31 kings in all. ഒന്നിനു പുറകെ ഒന്നായിട്ട് 31 രാജാക്കന്മാരെ താൻ എങ്ങനെ കീഴടക്കി
കാണുന്നു. And for many years they were fighting and conquering and subduing the enemy. അനേക വർഷങ്ങളായിട്ട് അതേ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, കീഴടക്കൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. His colleague Caleb was 85 years of age. തന്റെ സ്നേഹിതനായിരുന്ന കാലേബ് 85 വയസ്സുള്ളവനായിരുന്നു. He was still waiting to claim the land that God had promised through Moses. 85 വയസ്സുണ്ടെങ്കിലും ദൈവം മോശയ്ക്ക് വാഗ്ദത്തം ചെയ്ത് പറഞ്ഞതായ ആ ദേശം അവകാശമാക്കുവാൻ താൻ കാത്തിരിക്കുകയായിരുന്നു. For nearly 40 years they wandered in the wilderness. 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ അവർ അലഞ്ഞു തിരിഞ്ഞു. He patiently waited for God's timing. പക്ഷേ ദൈവത്തിന്റെ സമയത്തിനായി അവൻ ക്ഷമയോടെ കാത്തിരുന്നു. He entered the promised land. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. He still waited patiently. വളരെ ക്ഷമയോടെ കാത്തിരുന്നു. He was allotted the city of Hebron. ഹെബ്രോൻ എന്ന് പറയുന്ന പട്ടണമാണ് തനിക്കായിട്ട് നൽകപ്പെട്ടത്. The surrounding provinces were given to him as a permanent residence. അതെ, തനിക്ക് സ്ഥിരമായി തന്റെ വംശത്തിന് തന്റെ തലമുറയ്ക്ക് വസിക്കുവാനായിട്ട് ആ പ്രദേശം നൽകി. But to subdue Hebron, he had to conquer and subdue giants in the land. അതെ, പക്ഷേ എങ്കിലും ഹെബ്രോൻ സ്വന്തമാക്കണമെങ്കിൽ, ആ പ്രദേശങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മല്ലന്മാരെ ജയിച്ച് കീഴടക്കണമായിരുന്നു. At 85 years of age, he was willing to subdue the giants. ആ പ്രദേശത്തുള്ള അതെ മല്ലന്മാരെ കീഴടക്കുവാൻ 85 വയസ്സുള്ള കാലേബ് സന്നദ്ധനായിരുന്നു. And we find the 3 giants were in that land. ആ പ്രദേശത്തുണ്ടായിരുന്ന 3 മല്ലന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. They were the sons of Anak. അവർ അനാക്കിന്റെ പുത്രന്മാരായ അനാക്യ മല്ലന്മാരായിരുന്നു. And the names of the giants are mentioned in the book of Joshua. യോശുവയുടെ പുസ്തകത്തിൽ ഈ മല്ലന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. And the one was named Sheshai. ശേഷായിയാണ് ഒന്നാമത്തവൻ. The second one was Ahiman. അഹിമാൻ. The third one was Talmai. താൽമായി ആയിരുന്നു മൂന്നാമത്തെ When മല്ലൻ. you see the meaning of these 3 giants, ഈ 3 മല്ലന്മാരുടെ പേരുകളുടെ അർത്ഥം നാം മനസ്സിലാക്കണം. we understand the spiritual realities that we need to have in our own lives. നമ്മുടെ ജീവിതത്തിലെ ചില ആത്മീക സത്യങ്ങൾ നമുക്ക് ഈ പേരിന്റെ അർത്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. Sheshai means who I am. അതെ, ശേഷായി എന്ന മല്ലന്റെ പേരിന്റെ അർത്ഥം ഞാൻ ആരാണെന്ന് അറിയാമോ? The name Ahiman means what I am. അഹിമാൻ എന്ന പേരിന്റെ അർത്ഥം അതെ ഞാൻ എന്താണെന്നറിയാമോ? Talmai means what I can do. അതെ, താൽമായി എന്ന ആ പേരിന്റെ അർത്ഥം ഞാൻ എന്ത് ചെയ്തു കളയുമെന്നറിയാമോ? You see the self-boasting in the name of these giants. അതെ, മനസ്സിലാക്കുക, ഈ ഓരോ മല്ലന്മാരുടെ പേരുകൾ കാണിക്കുന്നത് പലപ്പോഴും നമ്മെ കുറിച്ച് തന്നെ സ്വാർത്ഥതയോടെ അഭിമാനത്തോടെ ഉയർത്തിപ്പറയുന്ന കാര്യങ്ങളാണ്. We boast who we are. നാം ആരാണെന്ന് നാം പലപ്പോഴും പുകഴ്ത്താറുണ്ട്. We boast what we can do. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നാം വെല്ലുവിളിക്കാറുണ്ട്. We boast and say, do you know who I am? പലരോട് പറയാറുണ്ട്, ഞാൻ ആരാണെന്ന് അറിയാമോ? We find that nothing of that boasting will help us to conquer the new areas that God has, will help us to progress in our spiritual life. നമ്മുടെ ആത്മീയത്തിൽ മുന്നേറുവാനോ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശങ്ങളെ അനുഗ്രഹങ്ങളെ പിടിച്ചെടുക്കുവാനോ ഈ പുകഴ്ച കൊണ്ടൊന്നും ഒരിക്കലും സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. You're not going to subdue giants through your boasting or your selfishness. അതേ, നമ്മുടേതായ പുകഴ്ച, സ്വയം പുകഴ്ച കൊണ്ട്, അതേ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ഒരിക്കലും മല്ലന്മാരെ കീഴടക്കുവാൻ കഴിയുകയില്ല. In chapter 11 we find that scripture that says Joshua took the entire land. 11-ാം അധ്യായത്തിൽ യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുന്നത് ദേശം മുഴുവൻ യോശുവ പിടിച്ചടക്കി. He took the entire land. ദേശം മുഴുവൻ താൻ പിടിച്ചടക്കി. Geographical description is given as the land that he occupied. താൻ പിടിച്ചടക്കിയ സ്ഥലങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ വിവരണം ലഭിച്ചിട്ടുണ്ട്. He occupied the land in the valley. അതേ, താഴ്വരയിലുള്ള പ്രദേശങ്ങൾ താൻ He പിടിച്ചടക്കി. subdued the kings in the valley. ആ താഴ്വരയിലുള്ള രാജാക്കന്മാരെ താൻ He നിഗ്രഹിച്ചു. subdued the kings in the plain land. അതുപോലെ തന്നെ സമതലങ്ങളിലുള്ള രാജാക്കന്മാരെ താൻ നിഗ്രഹിച്ചു. He subdued the enemies in the mountainous region. അതുപോലെ തന്നെ വളരെ മലപ്രദേശങ്ങളിലുള്ള രാജാക്കന്മാരെയും താൻ നിഗ്രഹിച്ചു. He subdued the entire land. ദേശം മുഴുവൻ താൻ കീഴടക്കി. When you read the chapter of 11 of Joshua, 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ it took him 7 years to subdue this king. 7 വർഷങ്ങൾ കൊണ്ടാണ് ഈ രാജാക്കന്മാരെ താൻ നിഗ്രഹിച്ചത്, കീഴടക്കിയത്. But he was very patient. പക്ഷേ താൻ ക്ഷമയോടെയാണ് പ്രവൃത്തി ചെയ്യുന്നത്. In Joshua chapter 10, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ God did miracles for him. ദൈവം തനിക്ക് വേണ്ടി അനേക അത്ഭുതങ്ങൾ ചെയ്തു. He defeated the southern kings. അതേ, തെക്കുള്ള രാജാക്കന്മാരെ തോൽപ്പിച്ചു. When he defeated the southern kings, God sent hails upon the enemy. തെക്കുള്ള രാജാക്കന്മാരെ തോൽപ്പിക്കുന്ന സമയത്ത് ദൈവം തന്റെ ശത്രുക്കളുടെ മേൽ കൽമഴ പെയ്യിച്ചു. And because of the hailstorm, thousands of Canaanites were killed. അതേ, അവിടെ ഉള്ളതായ ജാതികളായവര് ആയിരക്കണക്കിന് പേർ അതിനാൽ കൊല്ലപ്പെടുവാനിടയായി. But a single Israelite was killed. എന്നാൽ ഒരൊറ്റ ഇസ്രായേൽ ജനവും കൊല്ലപ്പെട്ടില്ല. And then we also see the miracle of how he commanded the sun to stand still. അതുപോലെ തന്നെ സൂര്യനോട് നിൽക്കുവാൻ താൻ നിർദ്ദേശം കൊടുത്തത്
നാം കാണുന്നു. He commanded the moon to stand still. ചന്ദ്രനെ നിൽക്കുക എന്ന് പറഞ്ഞ് ആജ്ഞ കൊടുത്തത് കാണുന്നു. We see miracles over nature that he performed in chapter 10. പ്രകൃതിയുടെ മേൽ നടത്തിയ അനേക അത്ഭുതങ്ങൾ നമുക്ക് 10-ാം അധ്യായത്തിൽ കാണാം. But when you come to chapter 11, എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് we വരുമ്പോൾ find there is not a single miracle mentioned in chapter 11. ഒരൊറ്റ അത്ഭുതം പോലും 11-ാം അധ്യായത്തിലില്ല. For 10 years there was not a single miracle. 7 വർഷങ്ങളോളം ഒറ്റ അത്ഭുതവും കാണുന്നില്ല. But Joshua was still faithful to God. പക്ഷേ എപ്പോഴും യോശുവ ദൈവത്തോട് വിശ്വസ്തത പാലിച്ചു. God, whether you perform miracle or not, I am still going to be following you. ദൈവമേ, നീ അത്ഭുതം ചെയ്താലും അത്ഭുതം ചെയ്തില്ലാലും ഞാൻ നിന്നെ വിശ്വസ്തതയോടെ പിൻപറ്റും. അതായിരുന്നു യോശുവയുടെ തീരുമാനം. And God saw that faithfulness and blessed him. ദൈവം ആ വിശ്വസ്തത കണ്ട് യോശുവയെ അനുഗ്രഹിച്ചു. And that is the faithfulness that God expects from each one of നാം us. ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തത അതുതന്നെയാണ്. In chapter 1 we find God telling him, Joshua verse 3, I will give you every place where you set your foot as I promised Moses. നാം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നു, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തരും. Wherever you set your foot, understand that I have given you that land. നിങ്ങൾ എവിടെ നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടിയാലും മനസ്സിലാക്കുക, ഞാനത് നിങ്ങൾക്ക് തരും. As I promised Moses, I'm going to make a promise with you. മോശയോട് ഞാൻ ചെയ്ത വാഗ്ദത്തം പോലെ നിന്നോട് ഞാൻ വാഗ്ദത്തം I ചെയ്യുന്നു. will give you this entire territory. ഞാൻ ഈ പ്രദേശം മുഴുവൻ നിനക്ക് തരും. No one will be able to stand against you. നിനക്കെതിരെ ആരും നിൽക്കുകയില്ല. Not just for a season, ഒരു കാലത്തേക്ക് മാത്രമല്ല, not just for a year or 2 years, 1-2 വർഷത്തേക്ക് മാത്രമല്ല, but all the days of your life. നിന്റെ ജീവകാലം മുഴുവൻ As I was with Moses, മോശയോട് കൂടെ ഞാൻ ഇരുന്നതുപോലെ I will be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. That was a tremendous promise that God gave Joshua. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ, യോശുവയ്ക്ക് തന്ന ശ്രേഷ്ഠമായ വാഗ്ദത്തം. As I was with Moses, so will I be with you. മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. God gave that promise that was indelibly etched in Joshua's heart. വാസ്തവത്തിൽ ആ മോശയുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഒരിക്കലും മാറ്റമില്ലാത്ത നിലയിൽ ആ വാഗ്ദത്തം ദൈവം ആഴത്തിൽ പതിപ്പിച്ചു കൊടുത്തു. Joshua with his own eyes witnessed the miracles that God did in the life of Moses. മോശയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ സ്വന്തം കണ്ടുകൊണ്ട് യോശുവ കണ്ടതാണ്. He realized how mighty that staff was that Moses carried. അതേ മോശ കയ്യിൽ പിടിച്ചിരുന്ന ആ വടിയുടെ ശക്തി എന്താണെന്ന് യോശുവ മനസ്സിലാക്കിയതാണ്. He realized the power of prayer in Moses' life. മോശ നടത്തിയ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് യോശുവ കണ്ടതാണ്. Moses confronted the greatest monarchs of his day. അതേ അന്ന് ഇസ്രായേലിനെതിരെ വന്ന ഏറ്റവും വലിയ ഭരണാധികാരികളെ താൻ നേരിട്ടതാണ്. Moses led rebellious people in the wilderness. മത്സരമുള്ള ജനങ്ങളെ മോശ അതേ മരുഭൂമിയിലൂടെ നയിച്ചത് കണ്ടതാണ്. People that were ready to stone him. അതെ തന്നെ തനിക്കെതിരെ അതെ തന്നെ ശപിക്കുവാൻ പോലും തയ്യാറായവരെ അവൻ നയിക്കുവാനിടയായി. But he also realized the power of prayer that Moses prayed, where through his prayer he was able to bend the forces of nature to accomplish the purposes of God. കർത്താവിന് സ്തോത്രം. അതേ തനിക്കെതിരെ ഉയർന്നു വന്ന പ്രകൃതിയുടെ ശക്തികളെ അനുകൂലമായ രീതിയിൽ വളച്ചെടുക്കുവാൻ, മാറ്റിയെടുക്കുവാൻ മോശയുടെ പ്രാർത്ഥന കൊണ്ട് സാധിച്ചത് യോശുവ നേരിട്ട് കണ്ടതാണ്. He saw with his own eyes how he parted the Red Sea. താൻ ഇസ്രായേലിന് വേണ്ടി ചെങ്കടൽ വിഭാഗിച്ചത് സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതാണ്. He saw with his own eyes how he called water from the rock. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വരുവാൻ ഇടയാക്കിയത് താൻ കണ്ടതാണ്. He saw how he was able to sweeten bitter water. അതേ കൈപ്പുള്ള വെള്ളത്തെ മാറയെ മധുരമാക്കി തീർത്തത് താൻ കണ്ടതാണ്. He saw how he was able to heal the fiery snake bites. അതേ അഗ്നിസർപ്പത്താൽ കടിയേറ്റവരെ അത്ഭുതകരമായി സൗഖ്യമാക്കിയത് യോശുവ കണ്ടതാണ്. He saw with his own eyes how he healed his sister's leprosy. സ്വന്തം സഹോദരിയുടെ കുഷ്ഠരോഗത്തെ മോശ സൗഖ്യമാക്കിയത് യോശുവ കണ്ടതാണ്. He saw because of his prayers bread was poured upon the people of Israel. അതേ തന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മന്ന വർഷിക്കപ്പെടുവാൻ ഇടയായത് യോശുവ കണ്ടതാണ്. He was at the foot of the Mount Sinai when Moses brought the 10 commandments that was given to him by God. മോശ പർവ്വതത്തിൽ 10 കൽപ്പനയുമായി ഇറങ്ങി വരുമ്പോൾ അത് പ്രാപിക്കുമ്പോൾ ആ മലയുടെ താഴ്വരയിൽ കാത്തു നിന്നത് യോശുവയാണ്. He also realized the wisdom that was given to Moses to interpret the laws, to make practical lifestyle for the children of Israel. അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച കൽപ്പനകൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ പ്രായോഗികമായ രീതിയിൽ വ്യാഖ്യാനിച്ച് കൊടുക്കത്തക്ക നിലയിൽ ദൈവം മോശയ്ക്ക് കൊടുത്ത ജ്ഞാനം യോശുവ മനസ്സിലാക്കിയതാണ്. In all this he realized that God was with Moses. ഈ കാര്യങ്ങളിലൊക്കെയും ദൈവം മോശയ്ക്ക് വേണ്ടി കൂടിയിരുന്ന് പ്രവർത്തിച്ചതിന്
സാക്ഷിയാണ് യോശുവ. And God is giving him this promise, as I was with Moses, so will I be with you. Praise the Lord. ഇതിന്റെ വെളിച്ചത്തിൽ ദൈവം നമ്മളോട് അരുളി ചെയ്യുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. Child of God, this is the promise for you. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ ഉത്തരമാണ്. God wants us to go forward. മുൻപോട്ട് മുന്നേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants us to subdue the enemy. ശത്രുവിനെ കീഴടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants us to use the sword of the word of God, which is the sword that God has given to us, and subdue the enemies that God has given to us. ദൈവവചനമാകുന്ന വാൾ ഉപയോഗിച്ച് ശത്രുവിനെ കീഴടക്കി മുന്നേറുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God wants us to use the weapon of prayer to see the power of God in our lives and through our lives. നമ്മുടെ ജീവിതത്തിലും നമ്മിലൂടെയും ദൈവത്തിന്റെ ശക്തി പ്രാർത്ഥനയാകുന്ന ആയുധത്തിലൂടെ വെളിപ്പെടുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Even when He does not do miracles, we need to be faithful and realize the power of God's word. ദൈവം അത്ഭുതമൊന്നും ചെയ്യാത്തപ്പോഴും ദൈവത്തോടുള്ള വിശ്വസ്തത പുലർത്തി അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നവരായി തീരുവാൻ ദൈവം We ആഗ്രഹിക്കുന്നു. don't stagger at the promises of God, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ മുൻപിൽ നാം ഇടറുന്നവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. because the promises of God are not staggering. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ചാഞ്ചല്യമുള്ളവയല്ല. God told Joshua, learn the promises. അതെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പഠിക്കുവാൻ അവകാശം പറയുവാൻ യോശുവയെ ദൈവം ആവശ്യപ്പെട്ടു. God told Joshua to meditate upon the promises. തന്നെയുമല്ല, ഈ വാഗ്ദത്തങ്ങളെ ധ്യാനിക്കുവാൻ ദൈവം യോശുവയോട് And ആവശ്യപ്പെടുന്നു. Joshua took the time to meditate the word of the Lord. അതെ, വീണ്ടും താൻ ദൈവവചനം ധ്യാനിക്കുന്നതായി കാണുന്നു. He had only first 5 books of the Bible. അതെ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതുവാനിടയായി തീർന്നു. We have 66 books of the Bible. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. He had only partial revelation from God. തനിക്ക് മോശയ്ക്ക് അതെ വളരെ ഭാഗികമായ ഒരു വെളിപ്പാടാണെന്ന് But we ലഭിച്ചത്. have the complete revelation of God. എന്നാൽ നമുക്ക് ദൈവം പൂർണ്ണമായ വെളിപ്പാട് We തന്നിരിക്കുന്നു. have more promises than Joshua had. യോശുവയ്ക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വാഗ്ദത്തങ്ങൾ നമുക്ക് We ലഭിച്ചിരിക്കുന്നു. have the source of the Holy Spirit at our disposal. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാനും നമ്മോടൊപ്പമുണ്ട്. When you meditate on that word and claim those promises, God will give us that. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അത് അവകാശം പറഞ്ഞ് മുറുകെ പിടിക്കുമെങ്കിൽ ദൈവം അത് നിറവേറ്റുവാൻ വിശ്വസ്തനാണ്. God told Joshua not only learn, not only meditate, but obey the law of God. അതേ, താൻ ദൈവവചനത്തെ ധ്യാനിക്കുക മാത്രമല്ല, അവകാശപ്പെടുക മാത്രമല്ല, അതേ, താൻ അതിനെ മുറുകെ പിടിക്കുവാനിടയായി തീർന്നു. To obey the word of താൻ God. അതിനെ അനുസരിക്കുവാനിടയായി തീർന്നു. Tonight the invitation is ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്, to say, Lord, I'm willing to meditate and I'm willing to obey the word of God. കർത്താവേ, ഞാൻ നിന്റെ വചനം ധ്യാനിക്കുവാൻ, നിന്റെ വചനം അനുസരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് ദിവസത്തിൽ പറയുക. Lord, I will not be satisfied with partial blessings in my life. എന്റെ ജീവിതത്തിലെ ഭാഗികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ തൃപ്തനാകുകയില്ല. I will not be satisfied with just receiving small blessings in my life. ചെറിയ അത്ഭുതങ്ങൾ കൊണ്ട് ഞാൻ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ തൃപ്തനാകുകയില്ല. I will not be satisfied with just external blessings in my life. ബാഹ്യമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ തൃപ്തനാകുകയില്ല. Lord, I want all that you have for me. അങ്ങനെ എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് സ്വന്തമായിരിക്കണം. I make a commitment this evening that I do want to become an intimate friend of you, Lord. കർത്താവേ, അങ്ങയുടെ ഏറ്റവും അടുത്ത സ്നേഹിതരായി ജീവിക്കുവാൻ എന്തെല്ലാം ഞാൻ ചെയ്യണമോ അത് ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നു. I do want to understand the mind of God. ദൈവത്തിന്റെ മനസ്സ് ഗ്രഹിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. I want to understand the mind so I can do the will of God in my life. അതെ, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കത്തക്ക നിലയിൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I understand the promises that you have for me. അവിടുന്ന് എന്നോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ. I know you have a declaration of independence for me. എനിക്ക് വേണ്ടി ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നിന്റെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. You want me to subdue all the giants in my life. എന്റെ ജീവിതത്തിലെ സകല മല്ലന്മാരെയും കീഴടക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ And അറിയുന്നു. to see that I possess what you have promised. അവിടുന്ന് വാഗ്ദത്തം ചെയ്തതിനെ അവകാശമാക്കുവാൻ അവിടുന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. I surrender my life to you. ഞാൻ എന്റെ ജീവിതത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. I surrender my life to experience the fullness that you have for me. എനിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ പൂർണ്ണ നിറവ് അനുഭവിക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു. This week as we meditate on God's word, ഈ ആഴ്ച മുഴുവൻ നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ, as we
study different facets of what it means to experience the fullness of God. ദൈവത്തിന്റെ പൂർണ്ണത അവകാശപ്പെടുന്നു എന്ന വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് ഈ ആഴ്ച നാം പഠിക്കുമ്പോൾ Let that word enter into our hearts and transform our lives so that we can go forward, experience that all God has for us. ആ വചനം നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറി അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക്